ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു ജൈവ സ്ലറിയാണ് കേട്ടോ. അതിന് വേണ്ടത് നമ്മൾ പഴത്തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളിത്തോലും ഉണ്ട് കേട്ടോ. അതും രണ്ടും വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് നമ്മൾ ഈ സ്ലറി ഉണ്ടാക്കണേ. ഞാനിതാ പഴം ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ നന്നായി അരയൂല. അതിൻ്റെ മുകളിൽ ഉള്ളിത്തോടും ഉണ്ട്, മുട്ടത്തോടുണ്ട്. എല്ലാം കൂടെ ഞാനൊരു മിക്സിയിലാക്കി നന്നായി അരച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു പാത്രത്തിന് 10 പാത്രം വെള്ളം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പം ഞാനിതാ ഈ മിക്സിയിലാണ് പറഞ്ഞേക്കണേ. ഇനി 10 ഇരട്ടി വെള്ളം പാരണം. ഈ മിക്സി ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ല കേട്ടോ, ഒരു പഴയ മിക്സിയാണ്. അതിൻ്റെ ജാറും ആ മിക്സിയും പഴയതാണത്. നല്ലോണം അരയൊന്നുമില്ല, അപ്പം ഞാനത് മാറ്റി വെച്ചതാണ്. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ അതിലാണ് അരക്കൽ. അപ്പോൾ നമ്മളിതാ 10 ഇരട്ടി വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഓരോ ചെടീൻ്റെ ചോട്ടിലും കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നല്ല വളമാണിത് കേട്ടോ. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ പാരാം. വർഷക്കാലത്ത് നമുക്ക് ഇതൊന്നും പാരാൻ പറ്റില്ലല്ലോ. വർഷക്കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടി വരും അതിൻ്റെ ചോട്ടിൽ. അപ്പോൾ വേനൽക്കാലത്ത് ഇങ്ങനെ ഉള്ള ഓരോ സ്ലറികളാക്കിയിട്ട് നമുക്ക് ചാണകവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ലറികൾ ഉണ്ടാക്കി പാരാം. ഞാൻ അങ്ങനെ എല്ലാം അതിൻ്റെ ചുവട്ടിലും കുറേശ്ശെ വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട്. ഇത് ചെടി പൂക്കാനും കായ്ക്കാനും കായ് വണ്ണം കൂടാനും ഒക്കെ നല്ലതാട്ടോ ഈ ഒരു സ്ലറി. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമൊന്നും വേണ്ട, നമ്മളെ വീട്ടിൽ നമ്മൾ വലിച്ചെറിയുന്ന സാധനങ്ങളാണല്ലോ ഇതൊക്കെ. എല്ലാ പച്ചക്കറിൻ്റെ ഉള്ളി പഴത്തൊലി ഇതൊക്കെ കേട്ടോ. മറ്റേ ഈ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കുന്നതിൻ്റെതും അതൊന്നും വേണ്ട. വെളുത്തുള്ളി ഇതൊക്കെ നല്ലതാണ്. വെളുത്തുള്ളിൻ്റെ തോല് ഇതൊക്കെ ഉണ്ടോ. അതിൻ്റെ കേബേജ് പൊട്ടിച്ചിട്ട് തെറുത്ത് വരികയാണ് അടിയിൽ നിന്ന്. ഇനി നമുക്കിത് മാറ്റി നട്ടാൽ മതി. വേര് പിടിപ്പിച്ചിട്ട് ഇത് വേറെ ചട്ടിക്കാക്കിയിട്ട് വെക്കാം. ഇത് രണ്ടും ഞാനിപ്പോൾ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അതൊക്കെ വേര് പിടിച്ചു. അതിൽ നിന്ന് പൊട്ടിയ മെല്ലെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ മണ്ണ് നിറച്ചിട്ട് അതിൽ വെച്ച് കൊടുത്തതാണ്. നമുക്കിത് ഒന്നും കൂടി ആയിട്ട് ഒരു ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ടതിലേക്ക് മാറ്റി നടാം. ഇതിൻ്റെ കോളിഫ്ലവർ പൊട്ടിച്ച കുറ്റിയാണ്, അത് തഴുക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. ഇതാണ് എൻ്റെ തക്കാളി കേട്ടോ. എൻ്റെ തക്കാളിക്ക് കൊടുക്കുന്ന വളം എന്താണ്, ഞാൻ അത് സ്ലറികളാണ് ഞാൻ ഒഴിച്ചു കൊടുക്കൽ. ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം ഞാൻ ഈ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുക്കും. കായ കണ്ടില്ലേ, ഇഷ്ടം പോലെയാണ്. ഒരു കൊമ്പുമ്പോൾ തന്നെ എത്ര കായ നോക്ക്. പഴുത്തതും പച്ചയും ഇഷ്ടം പോലെ തക്കാളിയാണ്.